Dear students, in a pair of linear equation two variables previous year question ആണ്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. A man travels 370 km partially by train and partially by car. If he covers 250 km by train and the rest by car, it takes him 4 hours. But if he travels 130 km by train and the rest by car, he takes 18 minutes longer. അതായത് 4 hourനേക്കാളും 18 മിനിറ്റ്സും കൂടി കൂടുതൽ വേണ്ടി വന്നു. Find the speed of the train and that of the car. നമുക്കിവിടെ സ്പീഡ് ഓഫ് ട്രെയിനും കാറിൻ്റെ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എന്തായിട്ട് എടുക്കും? എക്സ് ആൻഡ് വൈ. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ബി എക്സ്. എക്സ് കിലോമീറ്റർ പെർ അവർ ആണ്. അതുപോലെ സ്പീഡ് ഓഫ് കാർ ബൈ കിലോമീറ്റർ പെർ അവർ അങ്ങനെ എടുത്തു. അതിനുശേഷം നമുക്ക് ആ മാനിന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 370 കിലോമീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 370 ആണ്. അവിടെ 250 കിലോമീറ്റർ ട്രെയിനിലാണ് പോയിട്ടുള്ളത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ, അതായത് കേസ് 1-ൽ ഒന്നാമത്തെ കേസിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് എത്രയാണ്? ട്രെയിനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ്. 250 കിലോമീറ്റർ ട്രെയിനിലാണെങ്കിൽ 370-ൽ നിന്ന് 250 മൈനസ് ചെയ്യുക, അത്രയും ഡിസ്റ്റൻസ് കാറിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ 120 ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ നമ്മൾ എഴുതി. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാർ ഈക്വൽ ടു എത്രയാണ് വന്നത്? 120 കിലോമീറ്റർ. അപ്പോൾ 120 കിലോമീറ്റർ ആണ് കാറിൽ പോയിട്ടുള്ളത്. ഇനി അതിലെടുത്ത ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 4 hour ആണ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇവിടെ നമ്മൾ സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്താണ് എടുത്തിട്ടുള്ളത്? എക്സ്. അതുപോലെ സ്പീഡ് ഓഫ് ദ കാർ എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ രണ്ടിലും കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടി, അതായത് 370 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ടൈമാണ് 4 എന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇക്വേഷൻ ഫുള്ളായിട്ട് നമ്മൾ എന്തിൽ ചെയ്യണം? ടൈമിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ട്രെയിനിൽ പോകാൻ എടുത്ത ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? 250 ബൈ എക്സ്. അതായത് 250 കിലോമീറ്റർ ആണ് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ 250 ബൈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ എടുത്തിട്ടുള്ള ടൈം പ്ലസ് കാറിൽ പോയത് 120 കിലോമീറ്റർ ആണ്. 120 അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ വൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് രണ്ടിലും കൂടി ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. 250 ബൈ എക്സ് പ്ലസ് 120 ബൈ വൈ ഈക്വൽ ടു 4 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി കേസ് 2-ൽ നമുക്ക് 130 കിലോമീറ്റർ ആണ്. അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ 130 കിലോമീറ്റർ ആണ്. 130 കിലോമീറ്റർ ആണ് ട്രെയിനിൽ പോയിട്ടുള്ളത്. അപ്പോൾ 370-ൽ നിന്ന് 130 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 240. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കാറിൽ പോയത് എത്ര ഡിസ്റ്റൻസ് ആണ്? 240 കിലോമീറ്റർ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സ്പീഡ് എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്? സ്പീഡ് ഓഫ് ദ ട്രെയിൻ എക്സ് ആണ്, സ്പീഡ് ഓഫ് ദ കാർ വൈ ആണ്. ഇതിന് 4 hourനേക്കാൾ 18 മിനിറ്റ്സും കൂടി കൂടുതൽ ടൈം വന്നു. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 370 കിലോമീറ്റർ തന്നെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. അതിൽ 130 കിലോമീറ്റർ ട്രെയിനിൽ പോയി, ഇതിനുശേഷം 240 കിലോമീറ്റർ കാറിലും പോയി. അപ്പോൾ ആ ജേണിക്ക് എടുത്തത് 18 മിനിറ്റ്സ് ലോങ്ങർ ആണ്. 4 hourനേക്കാൾ 18 മിനിറ്റ്സ് കൂടുതലായി. അപ്പോൾ നമുക്ക് ഇതിനെ ടൈമിൽ പറയുമ്പോൾ ടൈമിൽ എങ്ങനെയാണ് വരിക? 130 ബൈ എക്സ് പ്ലസ് 240 ബൈ വൈ ഈക്വൽ ടു 4 hourൻ്റെ കൂടെ എന്തായി? 18 മിനിറ്റ്സ് കൂടുതൽ വന്നു. അപ്പോൾ 18 മിനിറ്റ്സിനെ നമ്മൾ അവേഴ്സിലേക്ക് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ബൈ 60. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? അതായത് ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കാം. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/10 ആണ് വരുന്നത്. 3/10 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 3/10. അപ്പോൾ എത്രയായത്? 43/10 എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് 130 ബൈ എക്സ് പ്ലസ് 240 ബൈ വൈ ഈക്വൽ ടു 43/10 ആണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ.
അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ 250/x plus 120/y equal to 4. സെക്കൻഡ് ഇക്വേഷൻ 130/x plus 240/y equal to 43/10. ഇനി ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡിനോമിനേറ്ററിലാണ് എക്സും വൈയും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് 1/x is equal to p, അതുപോലെ 1/y equal to q. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എങ്ങനെയായി മാറും? 250p plus 120q equal to 4. ഇക്വേഷൻ നമ്പർ 3. ഇനി അടുത്തത് 130p plus 240q equal to 43/10. 43/10 ആണുള്ളത്. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് തന്നെ എഴുതിയാൽ മതി. ഈ ഇക്വേഷൻ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? ആ 10 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ 1300p പ്ലസ് 2400q ഈക്വൽ ടു 43 അങ്ങനെ എഴുതാം. ഈ 10 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ 4. ഇവിടെ നമ്മൾ രണ്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ വലിയ നമ്പർ ആവുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ആയിരിക്കും എളുപ്പം. പക്ഷേ ഇവിടെ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും തമ്മിൽ, അതായത് 12 × 2 എന്താണ്? 24 ആണ്. 12 × 2 24. അവിടെ ഒരു സീറോൻ്റെ വ്യത്യാസമില്ല. അപ്പോൾ 20 കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വലിയ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇക്വേഷൻ എലിമിനേഷൻ മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇക്വേഷൻ 3 × 20, ഇക്വേഷൻ 3 × 20 എന്ന് പറഞ്ഞാൽ 25 × 2 50. അപ്പോൾ 5000 ആയി. അവിടെ 5000p പ്ലസ് ഇവിടെ 2400q. ഇതിൻ്റെ രണ്ടിനെയും സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇക്വേഷൻ 3നെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഫുൾ ഇക്വേഷൻ നമ്മൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 × 4 എന്ന് പറയുന്നത് 80. ഇനി അതുപോലെ ഇവിടെ 1300p പ്ലസ് 2400q ഈക്വൽ ടു എത്രയാണ്? 43. അതിനെ നമ്മളൊന്നും മാറ്റം വരുത്തിയില്ല. അപ്പോൾ ഇവിടെ ഇത് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 5 ഇക്വേഷൻ 6. ഇനി 5ഉം 6ഉം ആഡ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ നമുക്ക് മൈനസ് ചെയ്താലാണ് എലിമിനേറ്റ് ആയി പോവുക. അപ്പോൾ 5 നിന്ന് 6 മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 0 7, ഇവിടെ 3 p ഈക്വൽ ടു ഇതിൽ 7ൽ 3 37. അപ്പോൾ പി എന്ന് പറയുന്നത് നമുക്ക് എളുപ്പത്തിൽ ആൻസർ കിട്ടും 37/3700. ആ ഒരു സ്റ്റെപ്പ് ഓർമ്മിക്കുകയാണെങ്കിൽ, അതായത് ഇതിന് രണ്ടിനെയും നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം ആവുമെങ്കിൽ എലിമിനേഷൻ മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ പി ഈക്വൽ ടു 37/3700 എന്ന് പറഞ്ഞാൽ p 1/100 ആണ് നമുക്ക് കിട്ടുന്നത്. p 1/100 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ p ഈക്വൽ ടു 1/100 നമ്മുടെ ചെറിയ ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ നമ്പർ 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 3യിൽ പിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 250 × 1/100 പ്ലസ് 120q ഈക്വൽ ടു 4. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ 25/10 പ്ലസ് 120q ഈക്വൽ ടു 4 ആണ് വരുന്നത്. നമുക്ക് q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 120q ഈക്വൽ ടു 4 മൈനസ് 25/10. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 10 40. 40 മൈനസ് 25/10. അപ്പോൾ എത്രയാണ് വരുന്നത്? 40ൽ നിന്ന് 25 മൈനസ് ചെയ്യുക. 5 ഇവിടെ 3 15. അപ്പോൾ 15/10 ആണ് ഉള്ളത്. 120q ആണ് 15/10 കിട്ടിയിട്ടുള്ളത്. 120q 15/10 ആണെങ്കിൽ നമുക്ക് 120q ഈക്വൽ ടു 15/10. അപ്പോൾ q ഈക്വൽ ടു 15/10. ഈ 120 ഡിനോമിനേറ്ററിലാണ് വരിക. 120 ഇവിടെ വന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത്, അതായത് 15 × 8 എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/80. അപ്പോൾ q 1/80യും p എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1/100. p ഈക്വൽ ടു 1/100
Q ഈക്വൽ ടു 1/80. ഇതോടെ നമുക്ക് കഴിഞ്ഞിട്ടില്ല, കാരണം നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, ലെറ്റ് 1/x ഇസ് ഈക്വൽ ടു പി, 1/y ഈക്വൽ ടു Q ആണ്. ഇനി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് അത് എഴുതണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യുക, 1/x ഇസ് ഈക്വൽ ടു പി ആണല്ലോ, 1/x ഇസ് ഈക്വൽ ടു 1/100, എക്സ് ഇസ് ഈക്വൽ ടു 100, അതായത് കിലോമീറ്റർ പെർ അവർ ആണ്. നമ്മൾ സ്പീഡ് ഓഫ് ട്രെയിൻ ആണ് എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ 1/y ഈക്വൽ ടു 1/80, y ഈക്വൽ ടു 80 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ എടുത്തെഴുതുക. അപ്പോൾ സ്പീഡ് ഓഫ് ട്രെയിൻ ഈക്വൽ ടു 100 കിലോമീറ്റർ പെർ അവറും സ്പീഡ് ഓഫ് കാർ ഈക്വൽ ടു 80 കിലോമീറ്റർ പെർ അവർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണലുണ്ട്. ഇതിലൊരു നമ്പർ, ടൈം ഡിഫറൻസ്, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സെയിം മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.